നമസ്കാരം. മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ അറിയിപ്പിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന ആധാർ കാർഡ് കൈവശമുള്ളവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ 4 കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള എല്ലാവിധ വാർത്താ അപ്ഡേറ്റുകളും ആദ്യമേ തന്നെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഫേസ്ബുക്ക് പേജും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വാർത്താ അപ്ഡേറ്റ് ഉണ്ട്. ആധാർ കാർഡിലുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. ഈ സമയപരിധി 2024 ജൂൺ 14 വരെയായിരുന്നു. ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ പലതവണയായിട്ട് ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി നമുക്ക് നൽകിയിരുന്നു. ഇതിനോടകം തന്നെ മാസത്തേക്ക് വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ്. സെപ്റ്റംബർ 14 ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസിന് നിങ്ങൾ വിവരങ്ങൾ നൽകണമെന്നുണ്ടെങ്കിൽ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. ആധാർ പോർട്ടൽ വെബ്സൈറ്റ് വഴിയാണ് ഈ സേവനം നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുക. ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷം പൂർത്തിയായെങ്കിൽ നിർബന്ധമായി നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ വിലാസം, അതുപോലെ തന്നെ മറ്റ് വിവരങ്ങളും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവഴി UIDAI വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബയോമെട്രിക്, ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ നിങ്ങൾക്ക് ആധാർ കേന്ദ്രങ്ങളിൽ എത്തി മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2016 ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾ 10 വർഷം പൂർത്തിയായെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ആധാർ കാർഡിൽ 5 വയസ്സ് മുതൽ 15 വയസ്സിനിടയിൽ അവരുടെ ആധാർ കാർഡ് വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓൺലൈനായി നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആധാർ സേവനങ്ങൾ വളരെ പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആധാർ കാർഡുമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടകം ഈ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാത്ത ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിവരങ്ങൾ നൽകി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ എല്ലാ കാര്യത്തിനും ഒഫീഷ്യലായി ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമുക്ക് വളരെ നല്ല രീതിയിൽ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം പലർക്കും ഇപ്പോഴും അറിയില്ല. കാരണം നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ബാങ്ക് ഇടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി പല സ്ഥലങ്ങളും അറിയാത്ത സ്ഥലങ്ങളിൽ കൊടുക്കുന്ന സമയത്ത് മാസ്ക്ഡ് ആധാർ കാർഡ് നൽകുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ അനാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ് നൽകാതെ മാസ്ക്ഡ് ആധാർ കാർഡ് നൽകുവാൻ ശ്രദ്ധിക്കുക. മാസ്ക്ഡ് ആധാർ കാർഡിൽ നിങ്ങളുടെ ലാസ്റ്റുള്ള 4 അക്കം മാത്രമേ ലഭ്യമാകുകയുള്ളൂ. മാസ്ക്ഡ് ആധാർ നമുക്ക് ഡിജിറ്റലായാണ് ലഭിക്കുക. മാസ്ക്ഡ് ആധാർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഔദ്യോഗിക ആധാർ കാർഡ് വെബ്സൈറ്റിൽ പോയതിന് ശേഷം മൈ ആധാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാസ്ക്ഡ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ ക്യാപ്ച കോഡും അടിച്ചുകൊണ്ട് നിങ്ങളുടെ മാസ്ക്ഡ് ആധാർ കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കണം, ഇത് ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ OTP വരുന്നതായിരിക്കും. ആ 4 അക്ക OTPയും അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആധാർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് വളരെ സുരക്ഷിതമാണ്. ഇത്തരത്തിലുള്ള എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം.